കേരളത്തിലെ രാഷ്ട്രീയ ഗോത ഇപ്പോൾ ശരിക്കും ചൂട് പിടിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയതോടെ നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വലിയൊരു വിഷമം തോന്നിയിരിക്കുകയാണ്. മല എലിയെ പ്രസവിച്ചു എന്നാണ് അദ്ദേഹം ബി.ജെ.പിയുടെ വാഗ്ദാനങ്ങളെ പരിഹസിക്കുന്നത്. പക്ഷേ ഐസക് സാറേ, ആ എലി വെറും ഒരു എലിയല്ലെന്നും അത് കേരളത്തിലെ സാധാരണക്കാരന്റെ വീട്ടിലെ അടുക്കളയിൽ വെളിച്ചമെത്തിക്കുന്ന വികസനത്തിന്റെ പുലിയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ തോന്നും കേരളത്തിൽ ഇപ്പോൾ പാലും തേനും ഒഴുകുകയാണെന്നും ബി.ജെ.പി. വന്ന് അത് തടയാൻ നോക്കുകയാണെന്നും. നമുക്ക് കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ആദ്യം തന്നെ അദ്ദേഹം പിടിച്ചത് പാവപ്പെട്ടവർക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യമായി നൽകുമെന്ന വാഗ്ദാനത്തെയാണ്. മോദി ഭരണത്തിൽ ഗ്യാസ് കിട്ടാനില്ലത്രേ. ഐസക് സാറേ, കോൺഗ്രസ് ഭരണകാലത്ത് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി വരി നിന്നതും കണക്ഷൻ കിട്ടാൻ എംപിമാരുടെ ശുപാർശ കത്തുമായി നടന്നതും നിങ്ങൾ മറന്നിട്ടുണ്ടോ? ഇന്ന് ഉജ്ജ്വല യോജനയിലൂടെ കോടിക്കണക്കിന് അമ്മമാരുടെ അടുക്കളയിലെ പുക മാറ്റിയത് മോദി സർക്കാരാണ്. ആ സൗജന്യത്തിന് പുറമെയാണ് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് 2 സിലിണ്ടറുകൾ കൂടി ബി.ജെ.പി. വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനെ കുബുദ്ധി എന്ന് വിളിക്കുന്നതിനു പകരം കരുതൽ എന്നാണ് സാധാരണക്കാരൻ വിളിക്കുന്നത്. ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാനാണെന്ന് പറയുന്ന താങ്കൾ ഓർക്കണം, ജനങ്ങൾക്ക് ഗുണമുള്ളത് ചെയ്യുമ്പോഴാണ് അവർ വോട്ട് നൽകുന്നത്, അല്ലാതെ കിറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമല്ല. അടുത്തത് ആരോഗ്യ മേഖലയിലെ ആയുഷ്മാൻ ഭാരതിനെ കുറിച്ചാണ് സാറിന്റെ വലിയ ക്ലാസ്. കേരളത്തിലെ കാരുണ്യ പദ്ധതിയെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്ന ഐസക് സാർ ഒന്നോർക്കണം, കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സഹകരിക്കാൻ ആദ്യം മടിച്ചു നിന്നത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ്. എന്നിട്ടിപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. ഇന്ത്യയിലെമ്പാടും ഏത് ആശുപത്രിയിലും ചികിത്സ ഉറപ്പാക്കുന്ന മോദി ഗ്യാരണ്ടിയെ കുറിച്ചാണ് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു വിഷണറി നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകകൾ ഐസക് സാറിന് ദഹിക്കാത്തത് സ്വാഭാവികം. കാരണം IT മേഖലയിലും ടെക്നോളജിയിലും ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. തിരുവനന്തപുരത്തെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുമ്പോൾ പഴയ സാമ്പത്തിക ശാസ്ത്രവും പിടിച്ചിരിക്കാനാണ് ഐസക്കിന് താല്പര്യം. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഐസക് സാറിന് വലിയ വേവലാതിയാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 3000 രൂപ കൊടുക്കുമെന്ന് ബി.ജെ.പി. പറയുമ്പോൾ അത് പെൻഷൻ വെട്ടിക്കുറയ്ക്കാനാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. സാറേ, ഇപ്പോൾ നൽകുന്ന പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ ഖജനാവിൽ കാശില്ലാതെ നെട്ടോട്ടമോടുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായിരുന്ന താങ്കൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. മാസാമാസം പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന പാവപ്പെട്ട പെൻഷൻകാരുടെ ശാപം ഈ സർക്കാരിനുണ്ട്. അവിടെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് പണം അക്കൗണ്ടിൽ എത്തിക്കുന്ന DBD സംവിധാനത്തിലൂടെ കൃത്യമായ സഹായം മോദി ഉറപ്പു നൽകുന്നത്. ഇത് കേവലം വാക്കല്ല, നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ്. കേരളിനെ തുരങ്കം വെച്ചു എന്നാണ് മറ്റൊരു പരാതി. കേരയിൽ എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ ഭൂമിയിൽ കല്ലിട്ട് പേടിപ്പിച്ചതും പരിസ്ഥിതിയെ നശിപ്പിക്കാൻ നോക്കിയതും നമ്മൾ കണ്ടതാണ്. അതിനു പകരമാണ് തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും ബന്ധിപ്പിച്ച് വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിനുകളും പുതിയ റെയിൽ ശൃംഖലകളും മോദി സർക്കാർ കൊണ്ടുവന്നത്. കാസർഗോഡിനെ ഒഴിവാക്കിയെന്ന് പറയുന്നവർ വന്ദേ ഭാരത് ഇന്ന് കാസർഗോഡ് വരെ ഓടുന്നത് കാണുന്നില്ലേ? കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കേന്ദ്രം നൽകുന്ന കോടികൾ ഐസക് സാറിന്റെ കണ്ണിൽ പിടില്ലായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് മീഡിയം വരുമെന്ന് ബി.ജെ.പി. പറഞ്ഞതിനെയും അദ്ദേഹം കളിയാക്കുകയാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആയെന്നും പറയുന്നവർ തന്നെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? സാധാരണക്കാരന്റെ മക്കൾക്കും മികച്ച രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ബി.ജെ.പിയുടെ താല്പര്യത്തെ എന്തിനാണ് എതിർക്കുന്നത്? കൃഷി മേഖലയിൽ താങ്ങുവില ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും ഐസക് സാറിന് പരിഹാസമാണ്. റബ്ബറിന് 250 രൂപയാക്കുമെന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയി എന്നുകൂടി ഐസക് സാർ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. മോദി സർക്കാരിന്റെ വികസന കുതിപ്പിനെ കേരളത്തിലെത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാക്കൾ പരിശ്രമിക്കുമ്പോൾ അതിനെല്ലാം പുച്ഛിച്ച് തള്ളുന്നത് ഐസക് സാറിനെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ഗതികേടാണ്. മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്ന സാറിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാകും ആ എലി ശരിക്കും വികസനത്തിന്റെ സിംഹമായിരുന്നു എന്ന്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാലം കഴിഞ്ഞു. വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കേരളം മാറുകയാണ്. അത് മോദിയിലൂടെയും ബി.ജെ.പിയിലൂടെയും മാത്രമേ സാധ്യമാകുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഐസക് സാറേ, താങ്കളുടെ ഈ ട്രോളുകൾ കേട്ട് ചിരിക്കാൻ മാത്രമേ ഇന്ന് കേരളത്തിന് സമയമുള്ളൂ. വികസനം ഇവിടെ ബി.ജെ.പി. നടപ്പിലാക്കിയിരിക്കും. അത് മോദി ഗ്യാരണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഈ പരിഹാസത്തിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്.
കേരളത്തിൽ ഇത്രയും കാലം LDFും UDFും തമ്മിലായിരുന്നു മത്സരം. എന്നാൽ ഇന്ന് BJP ഒരു ശക്തമായ മൂന്നാം ശക്തിയായി മാറുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടാകാം. സാധാരണക്കാർക്കിടയിൽ മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക്, ഉദാഹരണത്തിന് സൗജന്യ പാചകവാതകം, കിസാൻ സമ്മാൻ നിധി വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഐസക്കിന് കഴിയില്ല. അതുകൊണ്ട് അതിനെ കുബുദ്ധി എന്ന് വിളിച്ച് ലഘൂകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിന് പുറമെ പ്രൊഫഷണൽ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ളവർ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കുന്നുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷനറി നേതാക്കളുടെ വളർച്ച വലിയ വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതി ഐസക്കിന്റെ പഴയകാല സാമ്പത്തിക നയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. തന്റെ നയങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയേ മതിയാകും. BJPയുടെ വളർച്ച തടയാൻ വാക്കുകൾ കൊണ്ട് ഒരു മതിൽ കെട്ടാനാണ് ഐസക് ശ്രമിക്കുന്നത്. പക്ഷേ വികസനം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത്തരം പരിഹാസങ്ങൾ എത്രത്തോളം വിലപ്പോകുമെന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. സ്വന്തം പരാജയം മുൻകൂട്ടി കാണുന്നത് കൊണ്ടുള്ള ഒരു തരം ഫ്രസ്ട്രേഷൻ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ്. സത്യം പറഞ്ഞാൽ ഐസക് സാറിന്റെ ഈ എലിപ്രയോഗം കേട്ടപ്പോൾ പലർക്കും ചിരിയാണ് വരുന്നത്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കാത്തവൻ അയൽവാസിയുടെ വീട്ടിലെ അടുക്കളയിൽ എന്ത് വേവുന്നു എന്ന് നോക്കുന്നത് പോലെയാണ് ഇതിലെ തമാശ. താങ്കൾ ധനമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിന്റെ ഖജനാവ് എങ്ങനെയായിരുന്നു എന്നൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും വായ്പ എടുക്കേണ്ടി വന്ന ആ സുവർണകാലം മലയാളി മറന്നിട്ടില്ല. കടമെടുത്ത് മുടിച്ച കേരളത്തെ ഒരു വലിയ കടക്കെണിയിലേക്ക് തള്ളിയിട്ടതിന്റെ ക്രെഡിറ്റ് ഐസക് സാറിന് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ആ പാരമ്പര്യം തെറ്റിക്കാതെ ബാലഗോപാൽ സാർ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേരയിൽ എന്ന് പറഞ്ഞ് നാട് നീളെ കല്ലിട്ടതല്ലാതെ 1 സെന്റിമീറ്റർ പാലം പോലും പണിയാൻ കഴിയാത്തവരാണ് വന്ദേ ഭാരതും പുതിയ റെയിൽവേ വികസനവും കൊണ്ടുവരുന്ന മോദി സർക്കാരിനെ പരിഹസിക്കുന്നത്. കേരളത്തിൽ BJP വരുന്നതും നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടുന്നതും കാണുമ്പോഴുള്ള ഒരു തരം വെപ്രാളമാണ് ഐസക്കിന്റെ ഈ വാക്കുകളിൽ കാണുന്നത്. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കുബുദ്ധി എന്ന് വിളിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. പാവപ്പെട്ടവർക്ക് ഗ്യാസ് സിലിണ്ടറും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നത് ഒരു ഭരണാധികാരിയുടെ കടമയാണ്, അല്ലാതെ വോട്ട് തട്ടിയെടുക്കാനുള്ള തന്ത്രമല്ല. ഐസക് സാറെ, മറ്റുള്ളവരെ ട്രോളുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടിയുടെയും സർക്കാരിന്റെയും അവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് ട്രോളുകൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടാകും. വികസനം എന്നാൽ വെറും കടലാസിലെ കണക്കുകളല്ല, അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ന് മോദി സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിലും പരിഹസിക്കാതിരുന്നുകൂടെ? കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടു നിൽക്കുന്ന ഏതൊരു മലയാളിക്കും തോമസ് ഐസക്കിന്റെ ഈ പരിഹാസം കേൾക്കുമ്പോൾ ചിരി വരുന്നത് സ്വാഭാവികമാണ്. സ്വന്തം വീട് കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോൾ അയൽക്കാരന്റെ വീട്ടിലെ വികസനത്തെ കുറ്റം പറയുന്ന കാരണവരുടെ അവസ്ഥയാണിപ്പോൾ അദ്ദേഹത്തിന്. കേരളത്തെ ഇന്നത്തെ ഈ വലിയ കടക്കണിയിലേക്ക് തള്ളിയിട്ടതിൽ പ്രധാന പങ്കുവഹിച്ച മുൻ ധനമന്ത്രി തന്നെ വികസനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് വലിയൊരു തമാശ തന്നെയല്ലേ? ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കേന്ദ്രത്തിന്റെ പണം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചിട്ട് ഇപ്പോൾ KN ബാലഗോപാൽ ആ കടമെടുപ്പ് ഭംഗിയായി തുടരുമ്പോൾ ഐസക്കിന് ഇതൊന്നും കാണാൻ കഴിയുന്നില്ലേ എന്നതാണ് ചോദ്യം. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. ആ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മലയാളികൾക്ക് അറിയാം ആരാണ് യഥാർത്ഥത്തിൽ കൂടെയുള്ളതെന്ന്. വന്ദേ ഭാരത് ട്രെയിനുകളും ദേശീയപാത വികസനവും ആയുഷ്മാൻ ഭാരതുമൊക്കെ കേരളത്തിൽ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ടും ഇതിനെയൊക്കെ എലി എന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഐസക് സാറെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ എഴുതി വിടുമ്പോൾ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. താങ്കളുടെ സാമ്പത്തിക നയങ്ങൾ കേരളത്തെ എവിടെ എത്തിച്ചു എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കേന്ദ്രത്തെയും BJPയും ട്രോളുന്നതിനു മുമ്പ് സ്വന്തം ഭരണകാലത്ത് വരുത്തിവെച്ച ബാധ്യതകളിൽ നിന്ന് കേരളത്തെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഓരോ മലയാളിയും താങ്കളെ നോക്കി ചിരിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. കേരളം ഇന്ന് നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെ മൂടിവെക്കാൻ ഇത്തരം പരിഹാസങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്ന് തോമസ് ഐസക്കിനെ പോലെയുള്ളവർ തിരിച്ചറിയണം. സ്വന്തം ഭരണകാലത്ത് സംസ്ഥാനത്തെ സാമ്പത്തികമായി എവിടെ എത്തിച്ചു എന്നതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ഖജനാവ് കാലിയാക്കി വരും തലമുറയെ പോലും കടക്കിണിയിലാക്കിയ ഒരു പാരമ്പര്യം പിന്നിലുള്ളവർ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചിരി വരുന്നത് സ്വാഭാവികമാണ്.
എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.